Hi all, welcome to another lecture of Engineering Thermodynamics, and in today's video we will be starting with the last module of Engineering Thermodynamics, that is module 5. Module 5. അപ്പോൾ module 5-നെ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ടോപ്പിക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. അതിലൊന്നാമത്തെ പാർട്ടാണ് തെർമോഡൈനാമിക് റിലേഷൻസ്, രണ്ടാമത്തെ പാർട്ട് ഗ്യാസ് മിക്സ്ചേഴ്സൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക് റിലേഷൻസ് പാർട്ടാണ്. തെർമോഡൈനാമിക് റിലേഷൻസ്. നമ്മൾ ഇപ്പോൾ 1 മുതൽ 4 മോഡ്യൂൾസ് വരെ പഠിച്ചപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ 2 പ്രോപ്പർട്ടീസ് പഠിച്ചത്, അല്ലേ? ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടിയാണ് പ്രഷർ, പിന്നെ അറിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വോളിയം, പിന്നെ ടെമ്പറേച്ചർ, അല്ലേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള 2 പുതിയ ടേംസ് ആണ് ഇന്റേണൽ എനർജി U ആൻഡ് എൻതാൽപ്പി H. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ പഠിച്ചു വന്നതാണ് എൻട്രോപ്പി, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗിബ്സ് ഫംഗ്ഷൻ, പിന്നെ എന്തായിരുന്നു ഗിബ്സ് ഫംഗ്ഷനും ഹെൽംഹോൾട്ട്സ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലേ? ഗിബ്സ് ഫംഗ്ഷനെ നമ്മൾ G വെച്ചിട്ടാണ്, ഹെൽംഹോൾട്ട്സ് ആണ് A. സോ ഗിബ്സ് ഫംഗ്ഷൻ വിത്ത് G. അപ്പോൾ ഇങ്ങനെ നമ്മൾ 8 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, ഒരു സിസ്റ്റത്തിന് 8 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 8 പ്രോപ്പർട്ടീസിൽ നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ 5 പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്യും, റിലേഷൻഷിപ്പ് ഉണ്ടാക്കും വിത്ത് PVT. കാരണം ഇത് മാത്രമാണ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത്, ഇതൊന്നും ഡയറക്റ്റ് മെഷർമെന്റ് പോസിബിൾ അല്ല. സോ വി ക്രിയേറ്റ് സം റിലേഷൻസ് വിത്ത് ദി അതർ പ്രോപ്പർട്ടീസ്. ഇങ്ങനെ പ്രോപ്പർട്ടീസ് തമ്മിലൊരു കോമ്പിനേഷൻ ആക്കിക്കൊണ്ട് റിലേഷൻ കൊണ്ടുവരുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് തെർമോഡൈനാമിക് ഗ്രേഡിയന്റ് എന്ന് പറയും. തെർമോഡൈനാമിക് ഗ്രേഡിയൻസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ റിലേഷന് പറയുന്ന പേരാണ് തെർമോഡൈനാമിക് gradient എന്ന് പറയുന്നത്. So we can say that the thermodynamic gradient is the rate of change of one property with respect to another while third one is kept constant. കാരണം ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് അനദർ പ്രോപ്പർട്ടി, മറ്റുള്ള മൂന്നാമത്തെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്യുമ്പോൾ എന്നതിനാണ് നമ്മൾ തെർമോഡൈനാമിക് ഗ്രേഡിയന്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരുപാട് സെറ്റ്സ് ഓഫ്, അതായത് ഈ തെർമോഡൈനാമിക് റിലേഷൻസിൽ ഒരുപാട് സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ്സ് കോൾഡ് മാക്സ്വെൽസ് ഇക്വേഷൻ. മാക്സ്വെൽസ് ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് ഇതിൽ ഡിറൈവ് ചെയ്യാൻ. ദെൻ കംസ് TDS ഇക്വേഷൻ. TDS ഇക്വേഷൻസ് 2 എണ്ണമാണ്, ഫസ്റ്റ് TDS ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് TDS ഇക്വേഷൻ. പിന്നെ നമുക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെ റിലേഷൻ നമുക്കിതിൽ ഡിറൈവ് ചെയ്യാണ്ട്, ദാറ്റ് ഈസ് CP - CV = R CP/CV = ഗാമ എന്നുള്ള 2 റിലേഷൻസ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ ക്ലോഷ്യസ്-ക്ലെപ്രയോൺ ഇക്വേഷൻ, അങ്ങനെ നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻസിൽ പഠിക്കാനുള്ളത്. സോ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് 2 ഫണ്ടമെന്റൽ തിയറംസ് ആണ് ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ഫണ്ടമെന്റൽ തിയറംസ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ തിയറംസ് നിങ്ങൾ ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുണ്ടാവണം. സോ ഞാൻ കൂടുതൽ സ്ട്രെസ് എടുത്തിട്ട് പറയുന്നില്ല.
ബട്ട് സ്റ്റിൽ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫണ്ടമെൻ്റൽ തിയറംസ്. കാരണം ഈ ഫണ്ടമെൻ്റൽ തിയറംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് കൊണ്ടുവരിക. പിന്നെ അതിൽ നിന്ന് പ്രൊസീഡ് ചെയ്ത് നമ്മൾ TDS കൊണ്ടുവരും. TDS ഇക്വേഷൻസ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചും മാക്സ്വെൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തൊക്കെ കൊണ്ടുവരാം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫണ്ടമെൻ്റൽ തിയറംസ് 2 അതിൽ ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ തിയറം, ലെറ്റ് ഇറ്റ് ബി തിയറം 1. ഒന്നാമത്തെ തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ എന്താണ് ആ തിയറം എന്നുള്ളത് നോക്കാം. സോ ലെറ്റ് us assume that there is a variable called z. Z എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് കരുതുക. ആൻഡ് ദിസ് z ഈസ് എ ഫങ്ഷൻ ഓഫ് അനദർ 2 വേരിയബിൾസ് വിച്ച് ഈസ് കോൾഡ് x ആൻഡ് y. അതിൻ്റെ സമ്മുമായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അതായത് x, y, z എല്ലാം വേരിയബിൾസ് ആണ്. അപ്പോൾ അതിലൊരു വേരിയബിളായ z മറ്റേ 2 സമ്മിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ടേക്ക് ഡിഫറൻസിയേഷൻ സൈഡ്. അപ്പോൾ 2 സൈഡ് എടുക്കുമ്പോൾ വി ഗെറ്റ് dz ഈസ് ഈക്വൽ ടു f ഓഫ് x ആൻഡ് y ആണ്. സോ ഫസ്റ്റ് നമ്മൾ എക്സിൻ്റെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരും z-നെ അല്ലേ. സോ ഡോ z ബൈ ഡോ എക്സ് ബൈ കീപ്പിംഗ് y കോൺസ്റ്റൻറ്റ് ഇൻറ്റു dx പ്ലസ് അടുത്തത് ഏതാ, y ടേം ആണ്. സോ ഡോ z ബൈ ഡോ y കീപ്പിംഗ് x കോൺസ്റ്റൻറ്റ് ഇൻറ്റു dy. ക്ലിയർ ആണല്ലോ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് dz ഈസ് ഈക്വൽ ടു m dx പ്ലസ് n dy എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. അതിൽ m എന്ന് പറഞ്ഞാൽ എന്താ, m ഈസ് ഈക്വൽ ടു ദിസ് ടേം, ദാറ്റ് ഈസ് ഡോ z ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് y ആൻഡ് വേർ n ഈസ് ഈക്വൽ ടു ദിസ് വൺ, ഡോ z ബൈ ഡോ y അറ്റ് കോൺസ്റ്റൻറ്റ് x. ക്ലിയർ ആണല്ലോ. അപ്പോൾ z എന്നുള്ള ഫംഗ്ഷൻ ഇതിൻ്റെ സമ്മിൻ്റെ ഒരു z എന്നുള്ള വേരിയബിൾ എക്സ് വൈ പറഞ്ഞ വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ഇറ്റ് ഇൻ ദിസ് ഫോം ആൻഡ് ഐ മേക്ക് ഇറ്റ് ഷോർട്ടർ ബൈ മേക്കിംഗ് m dx പ്ലസ് n dy വേർ m ഈസ് ഈക്വൽ ടു ഡോ z ബൈ ഡോ എക്സ് ആൻഡ് n ഈസ് ഈക്വൽ ടു ഡോ z ബൈ ഡോ y. അപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ m എന്ന് പറയുന്നത് x ആയിട്ട് ഓൾറെഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം, y കോൺസ്റ്റൻ്റ് ആക്കിയേക്കാണ്. അപ്പോൾ അടുത്ത ലൈനിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുക, ഈ എമ്മിനെ y കോൺസ്റ്റൻ്റ് ആയിരുന്നല്ലോ, വൈയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഐ ആം ഡിഫറൻഷിയേറ്റിംഗ് m പാർഷ്യലി വിത്ത് y. എന്തുകൊണ്ടാണ് പാർഷ്യലി? കാരണം 2 ഫംഗ്ഷൻസിനെ ഡിപ്പെൻഡഡ് ആണ്, എക്സും വൈയിനെയും. അപ്പം ഞാൻ m പറയുന്ന കോൺസ്റ്റൻറ്റ് വൈയുമായിട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ n എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സൈൻ ഞാൻ റീപ്ലേസ് ചെയ്താണ് m n എന്ന് പറയുന്നത്. അപ്പോൾ ആ n-നെ ഞാൻ എന്ത് ചെയ്യുന്നു, x കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഞാൻ n ചെയ്തത്. അപ്പോൾ ഇനി n-നെ ഞാൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് x ആണ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് dz ഈസ് ഈക്വൽ ടു m dx പ്ലസ് n dy അല്ലേ. അപ്പോൾ ഇനി ഞാൻ നോക്കുക m എന്താ ഞാൻ ചെയ്ത് നോക്കുക, m ഈസ് ഈക്വൽ ടു ഡോ z ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് y അല്ലേ. അപ്പം ഐ ആം ഡൂയിങ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു y. സോ ഡോ m ബൈ ഡോ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഐ വിൽ ഡു ഡോ ബൈ ഡോ y ഓഫ് m ഏതാ, ഡോ z ബൈ ഡോ എക്സ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം, ഡോ ഇൻറ്റു ഡോ z ഈസ് ഡോ സ്ക്വയർ z ഡിവൈഡഡ് ബൈ ഡോ y ഇൻറ്റു ഡോ എക്സ് ഈസ് ഡോ എക്സ് ഡോ y. ക്ലിയർ ആണല്ലോ, ഡോ m ബൈ ഡോ y. ഇനി അതേപോലെ ഡോ n ബൈ ഏതിലാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എക്സ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം നൗ ഐ ആം ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗെയിൻ. സോ ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ എന്താ, ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പം ഞാനിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഡോ ഇൻറ്റു ഡോ സെഡ് ഈസ് ഡോ സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ഈസ് ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഈ രണ്ടെണ്ണം ഡോ എം ബൈ ഡോ വൈ ഈസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എന്ത് എനിക്ക് മനസ്സിലായി, എനിക്ക് എഴുതാൻ പറ്റും. ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ് ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്, ഈ ടേം ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഒന്നാമത്തെ തിയറം.
അതായത് എനിക്കൊരു ഇക്വേഷൻ ഡി സെഡ് ഈസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് എഴുതിയാൽ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താ, എനിക്ക് ഇങ്ങനത്തെ ഒരു റിലേഷനും കൂടെ കൊണ്ടുവരാം. അതായത് ഡോ എം ബൈ ഡോ വൈ വിൽ ബി ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് തിയറം. ഇത് നിങ്ങൾ ഓൾറെഡി മാത്സിൽ പഠിച്ച തിയറം തന്നെയായിരിക്കും. പക്ഷെ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഒന്നുകൂടെ ഈ ഒരു പാർട്ട് ആവശ്യമുള്ളതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു. ക്ലിയർ ആണല്ലോ? ഡോ സെഡ് ഈസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന രീതിയിൽ ഒരു ഇക്വേഷൻ എനിക്ക് എഴുതാൻ പറ്റിയാൽ എനിക്ക് എന്ത് എഴുതാം? ഡോ എം ബൈ ഡോ വൈ വിൽ ബി ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നും കൂടെ എനിക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് തിയറം 1. ഫസ്റ്റ് തിയറമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നൗ നെക്സ്റ്റ് വൺ വി വിൽ ബി മൂവിങ് ടു ഈസ് ദ തിയറം 2. തിയറം 2. തിയറം 2ൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ 3 വേരിയബിൾസ് എടുക്കുന്നു. സേ ലെറ്റ് ദ വേരിയബിൾസ് ബി സിമിലർലി എക്സ് വൈ ആൻഡ് സെഡ്. ഇങ്ങനെ 3 വേരിയബിൾസ് എടുക്കുന്നു. ആൻഡ് ലെറ്റ് ഈച്ച് വേരിയബിൾ ബി ദി ഫംഗ്ഷൻ ഓഫ് ദി അതർ 2. ഇപ്പം ഞാൻ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. ഞാനിവിടെ എഴുതിയ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അങ്ങനെ 3 വേരിയബിൾസ് ഉണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുക. സോ ഐ ഹാവ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. അപ്പം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈയും സെഡും ആണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കേണ്ടത് ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഡി സെഡ്. ഇവിടെ വൈ കോൺസ്റ്റൻറ്റ്, ഇവിടെ സെഡ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഞാൻ എടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് എടുത്തു. അപ്പോൾ സെഡ് ആണെങ്കിൽ സെഡ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് സേ എക്സ് ആൻഡ് വൈ. മറ്റേ രണ്ടെണ്ണത്തിൻ്റെയും ഫംഗ്ഷനാണ്. അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. നമ്മൾ 3 വേരിയബിൾസ് സെലക്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് ആവണം, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സെഡ് ആവണം, സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആവണം. അപ്പോൾ ഞാനിപ്പോൾ സെഡ് എടുത്തു. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഐ വിൽ ഗെറ്റ് ഡി സെഡ് ഈസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഹിയർ എക്സ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഹിയർ വൈ ഈസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എനിക്ക് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടേം എന്ന് മനസ്സിലായി അല്ലേ? ലെറ്റ് ദിസ് ബി 2 ആൻഡ് ലെറ്റ് ദിസ് ഇക്വേഷൻ ബി 1. അപ്പോൾ ഡി സെഡ് ഈസ് ഈക്വൽ ടു ഇത്രയും ടേമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു ഡി സെഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ എവിടെ ഡി സെഡ് ഉള്ളത്? ആകെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ടേമിനെ അതുപോലെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യുന്നു? വെക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ഈ ഇക്വേഷൻ ഇക്വേഷൻ 1 ആസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു കുറേ ഇക്വേഷൻസ് ന്യൂമറിക്കൽസ് അല്ല അങ്ങനത്തെ വേരിയബിൾസ് വരുന്ന നേരത്ത് അങ്ങനെ വേരിയബിൾസ് എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതിയില്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് എഴുതുക. സോ വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ഹിയർ. ഡോ എക്സ് ബൈ ഡോ വൈ സെഡ് ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എക്സ് ബൈ ഡോ സെഡ് ഓഫ് വൈ ഇൻറ്റു ഡി സെഡ് ആണ്. അപ്പോൾ ആ ഡി സെഡിൻ്റെ ഉള്ളിൽ വരുന്നത് ഏതാ? ഈ ടേമാണ്. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. കോൺസ്റ്റൻറ്റ് എക്സ് ആൻഡ് കോൺസ്റ്റൻറ്റ് വൈ. ഓക്കെ. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഡോ എക്സ് പ്ലസ് ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇവിടെ ശ്രദ്ധിക്കുക, ഡോ എക്സ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആണിത്. ഇവിടെ ഡോ സെറ്റും ക്യാൻസൽ ആവും, ഇവിടെ ഡോ എക്സും ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഡി എക്സ് പ്ലസ് ഇവിടെ എന്താ ഉണ്ടാവുക? ഡോ എക്സ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. ഡോ എക്സ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നായിട്ടാണ് എനിക്കിപ്പോൾ ഇതിനെ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഡി വൈ ടേം ഉണ്ട്, ഈ ഒരു ഫുൾ ടേമിന് ഡി വൈ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡി വൈ വരുന്ന ടേംസിനെ ഞാൻ ഒന്നിച്ച് ആക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ഡോ എക്സ് ബൈ ഡോ വൈ വിച്ച് ഈസ് ദിസ് ടേം
പ്ലസ് ഇനി ഈ രണ്ട് ടേം ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് സെഡ് ആണ് പ്ലസ് ഡോ എക്സ് ബൈ ഡോ സെഡ് ഓഫ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ കോൺസ്റ്റൻറ്റ് എക്സ് അല്ലേ കോൺസ്റ്റൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ദ ഹോൾ ഇൻറ്റു ഡി വൈ ദിസ് ഈസ് എക്സ് ഹോൾ ഇൻറ്റു ഡി വൈ കാരണം ഡി വൈ കോമൺ ഉള്ള ടേംസിന് എടുത്തു പ്ലസ് എന്തും കൂടെ ഉണ്ട് ഡി എക്സും കൂടെ ഉണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഡി എക്സ് ആണ് ഡി എക്സ് റൈറ്റ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം ഈ ഡി എക്സും ക്യാൻസൽ ചെയ്താൽ ദിസ് ഇക്വേഷൻ വിൽ ബി 0. ഈ ഒരു ടേം വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ 1 നമ്പർ ഇൻറ്റു ദിസ് നമ്പർ വിൽ ഗിവ് us 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഡി വൈ എന്ത് ചെയ്യും പോയി കിട്ടും. അതായത് ദിസ് വിൽ ബിക്കം ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് ഇസെഡ് പ്ലസ് ഡോ എക്സ് ബൈ ഡോ സെഡ് ഓഫ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ this is dou z by dou y of x the whole into dy is equal to 0 എന്ന് എനിക്ക് കിട്ടി. കാരണം ഡി എക്സിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാൻസൽ ചെയ്യല്ല ഡി എക്സ് മൈനസ് ഡി എക്സ് വരും. സോ ദാറ്റ് വിൽ ബിക്കം 0. അപ്പോൾ ദിസ് ടേം ഇൻറ്റു ദിസ് ടേം is 0 പറഞ്ഞാൽ ഡി വൈ ഒരിക്കലും 0 ആവില്ല. സോ ദ ഓൺലി ഹോപ്പ് ഈസ് ദിസ് ടേം വിൽ ബിക്കം 0. അപ്പോൾ എനിക്ക് ഡി വൈ 0 എന്നുള്ളത് ഒഴിവാക്കാം. ദിസ് ടേം വിൽ ബിക്കം 0 എന്ന് എനിക്ക് എഴുതാം. Or I can say that എനിക്ക് എങ്ങനെ എഴുതാം or I can say that ഇത് മൾട്ടിപ്ലൈ. സോ ഡോ എക്സ് ഈ ഒരു ടേമിനെ ഞാൻ ലെഫ്റ്റ് തന്നെ കീപ്പ് ചെയ്യുന്നത് ഡോ എക്സ് ബൈ ഡോ സെഡ് ഓഫ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരുമ്പോൾ മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് സെഡ് എന്ന് എനിക്ക് കിട്ടും. മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് സെഡ് എന്ന് എനിക്ക് കിട്ടും. സോ ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ഇക്വേഷൻ ആസ് ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് സെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു -1 എന്ന ഒരു തിയറം എനിക്ക് കിട്ടും. ക്ലിയർ? ഇത് ഒരു സൈക്ലിക് ഓർഡറിലാണ്. നമുക്ക് നോക്കാം എക്സ് വൈ സെഡ് എക്സ് സെഡ് എക്സ് വൈ അങ്ങനെ സൈക്ലിക് ഓർഡർ ഡോ എക്സ് ബൈ ഡോ വൈ ബൈ ഡോ സെഡ് ആൻഡ് ദെൻ ഡോ സെഡ് ബൈ ഡോ എക്സ്. അത് കീപ്പിംഗ് സെഡ് കോൺസ്റ്റന്റ് എക്സ് കോൺസ്റ്റന്റ് വൈ കോൺസ്റ്റന്റ്. ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലില്ലാത്ത ടേം ബ്രാക്കറ്റിന് പുറത്ത് വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു റിലേഷനാണ് എനിക്ക് എന്ത് ചെയ്യുക കിട്ടുക. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് തിയറം. ഓക്കെ, അപ്പോൾ ഈ തിയറം എപ്പോഴാണ് ഫീസിബിൾ ആവുക? വെൻ ഐ ഹാവ് 3 കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 3 സം values variables which are interrelated to each other. അതായത് x is a function of y and z, y is a function of x and z, z is a function of x and y. അങ്ങനെ ഒരു 3 വേരിയബിൾസ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. നമുക്കറിയാം പ്രഷർ വോളിയം മാറിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറും, വോളിയമും ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ പ്രഷർ മാറും, പ്രഷറും ടെമ്പറേച്ചറും മാറിക്കഴിഞ്ഞാൽ വോളിയം മാറും. സോ ഇത് 3ഉം ഇന്റർ റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ 3 ഇന്റർ റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ, വോളിയം ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ടി ഈസ് എ ഫംഗ്ഷൻ, ടെമ്പറേച്ചർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് വോളിയം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം. ഇതിപ്പോൾ നമ്മൾ എക്സ് വൈ സെഡിനെ കൺസിഡർ ചെയ്തപ്പോൾ ഡോ എക്സ് ബൈ ഡോ വൈ കീപ്പിംഗ് കോൺസ്റ്റന്റ് തേർഡ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ ബൈ തേർഡ് വൺ കീപ്പിംഗ് കോൺസ്റ്റന്റ് എക്സ്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും എഴുതാം. പി വി ടി ആണെങ്കിൽ ആസ് പെർ അവർ തിയറം വി ഹാവ് ഡോ പി ബൈ ഡോ വി കീപ്പിംഗ് ടി കോൺസ്റ്റന്റ് ഇൻറ്റു ഡോ വി ബൈ ഡോ ടി കീപ്പിംഗ് പി കോൺസ്റ്റന്റ് ഇൻറ്റു ഡോ ടി ബൈ ഡോ പി കീപ്പിംഗ് വി കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന ഒരു റിലേഷനും എന്ത് ചെയ്യാം എനിക്ക്
എഴുതി ഉണ്ടാക്കാം. സോ ദീസ് ആർ ദ ടു തിയറംസ്, തിയറം 1 ആൻഡ് തിയറം 2. തിയറം 1 നമ്മൾ കണ്ടു, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു ഡി സെഡ് എന്നൊരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ I can have a relation like dou m by dou y is equal to dou n by dou x. That is theorem number 1. And theorem number 2 പറയുന്നത് x, y, z എന്ന് പറയുന്ന 3 വേരിയബിൾസ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ which are interrelated to each other, I can write it down as in this form. That is will be equal to -1. Cyclic orderലാണ്. Dou x by dou y into dou y by dou z into dou z by dou x. At constant, മറ്റുള്ള കോൺസ്റ്റൻസിൻ്റെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. സോ ഇത് രണ്ടുമാണ് ബേസിക് തിയറം. ഓക്കെ, ഈ ബേസിക് തിയറം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റിലേഷൻ ഇക്വേഷൻസ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഇപ്പം നമ്മൾ ഈ മുകളിൽ പഠിച്ചിട്ടുള്ള, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള 2 തിയറംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. മാക്സ്വെൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ 4 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഈ 4 ഇക്വേഷൻസിന് പുറമെ നമ്മൾ പഠിച്ചിട്ടുള്ള 2 തിയറംസും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി അതിൻ്റെ പ്രൂഫ് കാണിക്കണം. ഈ തിയറംസ് ആദ്യം കാണിച്ചിട്ട് വേണം മാക്സ്വെലിൻ്റെ 4 ഇക്വേഷൻ കാണിക്കാൻ. കാരണം ഈ മാക്സ്വെലിൻ്റെ 4 ഇക്വേഷൻ ഡയറക്റ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് മാർക്കിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. പാർട്ട് എയിൽ ചെറിയൊരു മാർക്കിനാണ് ഗിവ് ദ 4 മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ അവർ 2 തിയറംസ്. ആ 2 തിയറത്തിൻ്റെ ഫൈനൽ വാല്യൂ മാത്രം എഴുതി വെക്കുക. ദ 4 മാക്സ്വെൽ ഇക്വേഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് 4 കാണിക്കാം. പക്ഷേ എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 4 ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. പക്ഷേ ഈ 4 ഇക്വേഷൻ്റെ ഡെറിവേഷൻ എഴുതുന്നതിന് മുന്നേ 2 തിയറംസ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ നിങ്ങൾ ആദ്യം പ്രൂഫ് ആക്കിയിട്ട് കാണിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, മാക്സ്വെലിൻ്റെ ഇക്വേഷൻ കാണിക്കാൻ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ബ്രിങ് ഔട്ട് ദി മാക്സ്വെൽ ഇക്വേഷൻ. സോ മാക്സ്വെൽ ഇക്വേഷൻ മെയിൻലി എൻട്രോപ്പി, പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആയിട്ടുള്ള റിലേഷനാണ്. എൻട്രോപ്പി ടു പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ഇതിൻ്റെ റിലേഷനാണ് മാക്സ്വെൽ ഇക്വേഷനിൽ പൊതുവെ നമ്മൾ പഠിക്കുന്നത്. സോ ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി ആർ ഡിറൈവിങ് ഇറ്റ് ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമുക്കറിയാം വി ഹാവ് ദ ഇക്വേഷൻ ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി അല്ലേ? ഇനി ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ ഇത് പഠിച്ചിട്ട് മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കണം. ഓക്കെ, ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ആൻഡ് ക്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് ടി ഡി എസ് അല്ലേ? കാരണം എന്താ, ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി ആണ്. സോ ഡി ക്യൂ ഈക്വൽ ടു ടി ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഫ്രം ദിസ് ഇക്വേഷൻ ഐ ഗെറ്റ് ദാറ്റ് ഡി യു ഈസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി, ടി ഡി എസ് മൈനസ് പി ഡി വി. So now let this equation be equation 1. ഇത് തൽക്കാലം ഇക്വേഷൻ 1 ആക്കാം. ഇനി നമുക്കറിയാം, സി ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഓഫ് യു വിത്ത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കോൾഡ് എസ് ആൻഡ് വി, വിച്ച് ഈസ് എൻട്രോപ്പി ആൻഡ് വോളിയം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. അപ്പോൾ ഇവിടെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് സൈന് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടായാൽ മതി. ഓക്കെ, ഇപ്പോൾ ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ്, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഡോ എം ബൈ ഡോ എക്സ് ആൻഡ് ഡോ എൻ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഇത് ഡിഫറൻഷ്യലാണ്. അത് രണ്ടും എക്സാക്റ്റ് ആണ്, പാർഷ്യൽ പെർഫെക്റ്റ് ഡിഫറൻഷ്യലാണ് ഇത് രണ്ടും അല്ലേ? അപ്പം അതേപോലെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ എടുക്കുന്ന നേരത്ത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ആൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ തന്നെയാണ്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണെങ്കിൽ എനിക്ക് എന്തുണ്ട്, ഐ ക്യാൻ റൈറ്റ് ഡൗൺ ഡോ എം ബൈ ഡോ വൈ കോൺസ്റ്റന്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റന്റ് വൈ എന്നൊരു റിലേഷനാണ് ബൈ ഫസ്റ്റ് തിയറം. അപ്പോൾ എനിക്ക് ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വിനെ എനിക്ക് എങ്ങനെ എഴുതാം,
I can write similar to like this: dou t by dou v at constant s is equal to dou p by dou s as constant small v. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അപ്പോൾ ഇവിടെ എന്തും കൂടെ ഉണ്ട്, ഒരു മൈനസ് സൈൻ ഇടണം. കേട്ടൂടെ? ഇത് മനസ്സിലായല്ലോ എങ്ങനെ കിട്ടിയെന്നുള്ളത്? ഇതാണ് ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ. ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ എളുപ്പല്ലേ? വെച്ചാൽ ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിലൊരു മെയിൻ പാർട്ടാണ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. അപ്പോൾ തിയറം 1 ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചിരിക്കണം എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എന്നാലേ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ മാക്സ്വെല്ലിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ അതവിടെ കഴിഞ്ഞു, ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ. മാക്സ്വെൽ ഇക്വേഷൻ 4 ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മാക്സ്വെൽ ഇക്വേഷനാണ്. രണ്ടാമത്തെ മാക്സ്വെൽ ഇക്വേഷന് നമ്മൾ ആദ്യം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്ന് തുടങ്ങി. ഇനി രണ്ടാമത്തെ മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾ തുടങ്ങുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എൻതാൽപ്പി ഇക്വേഷൻ. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഇഫ് ഐ എം ഡിഫറൻഷിയേറ്റിംഗ് ഐ വിൽ ഗെറ്റ് ഡി എച്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡിഫറൻഷ്യൽ ഓഫ് പി വി എന്നാണ് എഴുതുക അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്, അങ്ങനെയാണല്ലോ ഡിഫറൻഷിയേഷൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ദി സെക്കൻഡ് പി ഡി വി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷിയേഷൻ ഓഫ് ദി ഫസ്റ്റ്, ദാറ്റ് ഈസ് വി ഡി പി. dh is equal to du plus pdv plus vdp, and we know that du plus pdv, du plus pdv എന്ന് പറഞ്ഞാൽ എന്താ, tds ആണ്. So I can write down this equation as dh is equal to tds plus vdp. ഇങ്ങനെ എഴുതി കൂടെ? അതെ. ഇപ്പോൾ ഇവിടെ എന്താ, നേരത്തെ കണ്ട ഫോം പോലെ ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. എച്ച് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യലാണ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ദാറ്റ് ഈസ് എസ് ആൻഡ് പി. അപ്പോൾ നമുക്ക് മറ്റേ ഇക്വേഷനിൽ ഫോർമാറ്റിൽ ഇതിൽ കൂടെ എഴുതാം. എങ്ങനെ? ഡോ എം ബൈ ഡോ വൈ ഇസിക്കൽ ഡോ എൻ ബൈ ഡോ എക്സ്. അതൊക്കെ നിങ്ങളിവിടെ എഴുതണം കേട്ടോ, സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതണം. ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ ഡയറക്ട്ലി ദി ഫൈനൽ ആൻസർ. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. ക്ലിയർ ആണല്ലോ? ഡോ എം ബൈ ഡോ വൈ ഇസിക്കൽ ഡോ എൻ ബൈ ഡോ എക്സ് സെയിം ഫോർമാറ്റിൽ. ഇത് ഡി സെഡ് ഇസിക്കൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണെങ്കിൽ ഈ ഫോർമാറ്റിൽ എഴുതാന്ന് പറഞ്ഞു, അതേ ഫോർമാറ്റിൽ ഞാനാക്കി. ദിസ് ഈസ് മൈ സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ. സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ. ക്ലിയർ? അപ്പം ഞാൻ സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷനും ഞാൻ എന്ത് ചെയ്തു, കണ്ടു. ഇനി ഞാൻ കാണാൻ പോകുന്നത് തേർഡ് ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ ബേസ് ചെയ്തത് എൻതാൽപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. തേർഡ് മാക്സ്വെൽ ഇക്വേഷൻ ബേസ് ചെയ്യുന്നത് ഹെൽംഹോൾട്സ് ഫംഗ്ഷനെ ബേസ് ചെയ്ത ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ. സോ ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? സോ അഗെയിൻ ഐ ആം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ഡി എ ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ഓഫ് ടി ഡി എസ് മൈനസ് എസ് ഇൻറ്റു ഡി ടി. ഓക്കെ, നൗ വി നോ ദാറ്റ് ഡി യു മൈനസ് ടി ഡി എസ്, ഡി യു ഈ ടി ഡി എസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡി യു മൈനസ് ടി ഡി എസ് ഈസ് മൈനസ് പി ഡി വി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി എഴുതിക്കൂടെ? എനിക്ക് എഴുതാം. അപ്പോൾ ഇതും എന്താണ്, ഇതൊരു ഡിഫറൻഷ്യൽ ഡി സെഡ് ഇസിക്കൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ എനിക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും, ഡോ പി ബൈ ഇവിടെ വരുന്നത് ഏതാ, ടി, ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി.
ഓക്കെ, ഇവിടെ രണ്ടോടത്തും മൈനസ് സൈൻ വരും, കാരണം ഇതിന് മൈനസ് ഉണ്ട്, ഇത് മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും മൈനസ് സൈൻ, ഇവിടെയും മൈനസ് സൈൻ. അതുകൊണ്ട് മൈനസും മൈനസും ക്യാൻസൽ ചെയ്താൽ ഇറ്റ് വിൽ ബി പ്ലസ് ഇറ്റ് സെൽഫ്. So dou p by dou t at constant v is equal to dou s by dou v at constant t. This is the third Maxwell's equation. Third Maxwell equation. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടു, സെക്കൻഡ് കണ്ടു, തേർഡ് കണ്ടു. ഇനി നമുക്ക് ഒരു മാക്സ്വെൽ ഇക്വേഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർത്ത് മാക്സ്വെൽ ഇക്വേഷൻ. അപ്പോൾ ഇനി ഒബ്വിയസ്ലി നമ്മൾ എൻതാൽപ്പി എടുത്തു, ഫസ്റ്റ് ലോ എടുത്തു, ഹെൽംഹോൾട്ട്സ് ഫംഗ്ഷൻ എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏതും കൂടെ ഉണ്ട്? ഇനി നമുക്ക് എടുക്കാനുള്ളത് ഗിബ്സ് ഫംഗ്ഷനും കൂടെ ഉണ്ട്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സ്വെൽസ് fourth equation we need a Gibbs function, and Gibbs function is G is equal to H minus Ts. So I have the Gibbs function G is equal to H minus Ts. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്താ? ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ഡി ഓഫ് ജി ഇസ് ഈക്വൽ ടു ഡി ഓഫ് എച്ച് മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. നമുക്കറിയില്ല എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. സോ ഡി ഓഫ് യു പ്ലസ് പി വി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഓക്കെ, ഞാനപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ പുറത്തേക്ക് ഇറക്കുന്നു. സോ ഐ വിൽ ഗെറ്റ് ഡി യു പ്ലസ് differentiation of this product, so it will be p dv plus v dp എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്, minus of tds minus s dt. okay, this is equal to d of g, that is Gibbs functionന്റെ ഡെറിവേറ്റീവ് ആണ് ഞാൻ എടുക്കുന്നത്. സോ now I can say du plus pdv എന്ന് പറയുന്നത് എന്താ? du plus pdv is tds, this term is tds plus എന്തുണ്ട്? വി ഡി പി ഉണ്ട്, മൈനസ് ടി ഡി എസ് ഉണ്ട്, മൈനസ് എസ് ഡി ടി ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എന്താവും? ഈ ടി ഡി എസും ഈ ടി ഡി എസും ക്യാൻസൽ ആവും. സോ ഫൈനലി ഐ ഹാവ് ദ ഇക്വേഷൻ ഡി ജി ഈസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. നൗ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഔട്ട് ഇൻ ദി അതർ ഫോം. ഡോ എം ബൈ ഡോ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്ന രീതിയിലേക്ക് എനിക്ക് എഴുതാം. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് സൈൻ ആണ് അപ്പോൾ ഒരു മൈനസ് വരും, മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടി എന്ന് കിട്ടും. ദിസ് ഈസ് ദി ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ. ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ മാക്സ്വെൽ ഇക്വേഷൻ 4 ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പം മാക്സ്വെൽ ഇക്വേഷൻ ഡെറൈവേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തിയറം 1 എന്തായാലും കാണിച്ചിരിക്കണം. തിയറം 1 എന്തായാലും കാണിച്ചിരിക്കണം. ആ തിയറം 1ൻ്റെ ബേസിലാണ് നമ്മൾ 4 മാക്സ്വെൽ ഇക്വേഷൻസും കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് വേണം നിങ്ങൾ മാക്സ്വെൽ ഇക്വേഷൻ കാണിക്കാൻ. സോ ഒന്നുകൂടെ ഓൾ ടുഗദർ ആയിട്ട് കാണിക്കുകയാണ്. ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ടി ബൈ ഡോ വി ഈസ് ഈക്വൽ ടു അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ്. The second Maxwell's equation is dou T by dou P at constant entropy is equal to dou V by dou S at constant pressure. Third Maxwell's equation is dou P by dou T at constant volume is equal to dou S by dou V at constant temperature. And the final Maxwell equation, the fourth Maxwell equation is dou V by dou T at constant pressure is equal to minus of dou S by dou P at constant temperature. ഇതാണ് മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻ. നമുക്ക് നോക്കിയാൽ കാണാം ഈ 4 ഇക്വേഷൻ എന്താ? പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ വിത്ത് എസ്, അതിൻ്റെ റിലേഷൻസ് ആണ് മൊത്തം 4ഉം കാണുന്നത്. അതുപോലെ ഇതൊരു സൈക്ലിക് ഓർഡറിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു സൈക്ലിക് ഓർഡർ അല്ല, പക്ഷെ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വി ഹാഡ് ഡോ ടി ബൈ ഡോ വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ പി ബൈ ഡോ എസ്.
പിന്നെ നമ്മൾ ഇതിലെന്ത് ചെയ്തു, ഈ ഡോ വിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഡോ പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, ഡോ ടി ബൈ ഡോ പി ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ്. അപ്പോൾ ആ മൈനസ് സൈന് പോയിട്ടോ. ഇനി എന്ത് ചെയ്തു, ഇതിൻ്റെ ഇൻവേഴ്സായി ഡോ പി ബൈ ഡോ ടി ആക്കി താഴെ, ആൻഡ് ഡോ എസ് ബൈ ഡോ വി അങ്ങനെയും ആക്കി. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്താ, നാലാമത്തെ കിട്ടാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഡോ വി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ഹിയർ ഇറ്റ് വിൽ ബി ഡോ എസ് ബൈ ഡോ പി. ഡോ എസ് ബൈ സോറി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പ്രഷറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. സോ മൈനസ് ഡോ എസ് ബൈ ഡോ പി. അപ്പോൾ ഫസ്റ്റിലും ഫോർത്തിലും മൈനസ് സൈൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിൽ മൂന്നിലും വരാം. ഇപ്പോൾ ഇവിടെ വോളിയമും ടെമ്പറേച്ചർ ആകുമ്പോൾ അതിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കോൺസ്റ്റൻസും മനസ്സിലാക്കിയെടുക്കുക. സോ ഇത് ഫസ്റ്റത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ബാക്കി നമുക്ക് ഇക്വേഷൻസ് ഓർത്തെടുക്കുക. അതിൻ്റെ ഒരു സൈക്ലിക് രീതിയിൽ, തിരുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കലേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ദീസ് ആർ ദി 4 Maxwell's equation. So in the next video we will be seeing the TDS relations. Okay, that's all for this video. Thank you.